എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. ടാപ്പിംഗ് നടന്നതിനിടെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഗഫൂർ അലിയുടെ വീട് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും CPM നേതാവ് MV ജയരാജനും സന്ദർശിച്ചു. ഗഫൂർ അലിയുടെ മക്കളുമായും കുടുംബാംഗങ്ങളുമായും ഏറെ നേരം സംസാരിച്ചു. ഭാര്യയുടെ ജോലിയുടെ കാര്യവും നഷ്ടപരിഹാര തുകയും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാടിൽ വെച്ച് ഗഫൂർ അലിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് മന്ത്രി ചോക്കാട് കല്ലാമൂലയിലെ ഗഫൂർ അലിയുടെ വീട്ടിലെത്തിയത്. ഗഫൂർ അലിയോടൊപ്പം ടാപ്പിംഗ് ചെയ്തിരുന്ന സമദ് മന്ത്രിയോട് സംഭവങ്ങളെല്ലാം വിവരിച്ചു. അപ്പൊ ഇത് ഒളിച്ചിരുന്നിട്ട് അവന്റെ കഴുത്തിൽ ചാടി ഞങ്ങൾ 10 മാസത്തോളമായി അവിടെ റബ്ബർ തോട്ടത്തിൽ പറയുന്നത്. CPM നേതാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമാണ് മന്ത്രി വന്നത്. DFO G ധനിക്ലാൽ വീട്ടിലെത്തി ചെക്ക് കൈമാറിയിരുന്നു. കോടതി മാനദണ്ഡപ്രകാരം രേഖകളെല്ലാം ഹാജരാക്കിയാൽ ബാക്കി തുക കൂടി ഉടൻ അനുവദിക്കാനാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ആദ്യ ഗഡുവായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്നതോടെ അടുത്ത ഗഡുവും നൽകും. ഭാര്യയ്ക്ക് താൽക്കാലികമായിട്ട് ജോലി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിൻ്റെ ആദ്യ ഗഡുവായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്നതോടെ അടുത്ത ഗഡുവും നൽകും. ഭാര്യയ്ക്ക് താൽക്കാലികമായിട്ട് ജോലി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. CPM ലോക്കൽ സെക്രട്ടറി KT മുജീബ്, അനന്തകൃഷ്ണൻ, KS അൻവർ, M അൻവർ, P സിദ്ദീഖ്, P ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.